പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രിവിഷനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു, ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയായിരുന്നു. ഈ കടയിരിക്കുമല്ലേ ഭയങ്കര ചൂടായതുകൊണ്ട് തണുത്ത വെള്ളം വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് ക്ലിയറായിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ പയറിൻ്റെ ഒരു ഷോർട്ട്സ് ചെയ്തത്. ആ പയർ കണ്ടോ, പയർ ധാരാളം പൂക്കുന്നുണ്ട്, പക്ഷേ കായ അങ്ങോട്ടാകുന്നില്ല. എന്താ കാര്യം എന്നറിയത്തില്ല. അപ്പോൾ ഈ പയറിൽ ഇപ്പം ചെറിയ ചെറിയ കറുത്ത ഉറുമ്പുകളുണ്ട്. ആ ഉറുമ്പുകൾ കയറിയോണ്ടാണോ ആ പൂ നിറയെ ഉറുമ്പ് വന്ന് പൊതിഞ്ഞിരിക്കുക, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പിന്നെ കായായിട്ട് വരാത്തെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഞാൻ ഇന്ന് ഇച്ചിരി ഡോളാമൈറ്റ് വെള്ളത്തിൽ കലക്കി തളിച്ച് കൊടുക്കുന്നുണ്ട്, ചൂടിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്യൂഡോമോണാസ് ഇലകളിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ച് വരുമ്പോഴത്തേനും അതിനകത്തൊന്നും നല്ല ഫലം കിട്ടിയാലും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. നല്ല ഗ്രോത്തിൽ പടർന്നു വന്ന ഒരു പയറ് തന്നെയല്ല, നല്ല വള്ളിപ്പയറാണ്, നല്ല നീളം വെക്കുന്ന നല്ലനം വള്ളിപ്പയറുമാണ്. ആദ്യമൊക്കെ കുറച്ച് പയറെനിക്ക് കിട്ടിയായിരുന്നു. പിന്നീട് ആ മഴയൊക്കെ നന്നായിട്ടൊന്ന് പെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് ശരിയായി വരുന്നില്ല. പക്ഷെ മഴ സമയത്ത് പയർ നടാൻ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് പയർ. മഴ സമയത്ത് നമുക്ക് ഇതിനകത്തൊന്ന് പയർ പറിച്ചെടുക്കാം. വലിയ കീടബാധയൊന്നും ആ സമയത്ത് പയറിനുണ്ടാകത്തില്ല. ഇത് മുഞ്ഞൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു പയറാണ്. കറുത്തുറുമ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്തുണ്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇനി ഒരാഴ്ചയോടെ ഞാനിത് പരീക്ഷിച്ച് നോക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് വെട്ടിക്കളയും. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്, എന്നാലും വെട്ടാതിരിക്കാൻ പറ്റത്തില്ല, വെറുതെ ഇതിനാ നട്ട് നനയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇതിനകത്തൂടെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളതിന് ഒരു മാർഗ്ഗം പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ ഒരു നിർദ്ദേശം അറിയാവുന്ന ആൾക്കാർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.